നമസ്കാരം. പ്രധാന വാർത്തകൾ. മെമ്മറി കാർഡ് കാണാതായ സംഭവം എടുത്തുമാറ്റിയതാവാമെന്ന് ഡ്രൈവർ. അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗതാഗത മന്ത്രി. തിരുവനന്തപുരം മേയറും ബസ് ഡ്രൈവറും തമ്മിൽ റോഡിലുണ്ടായ തർക്കത്തിൽ KSRTC ബസ്സിലെ CCTVയിലെ മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC MDക്കാണ് നിർദ്ദേശം നൽകിയത്. തർക്കമുണ്ടായ ബസ്സിലുള്ളത് 3 ക്യാമറകളാണ്. എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന മെമ്മറി കാർഡ് കാണാനില്ല. കേസ് അന്വേഷണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന മേയറിന്റെ ആരോപണങ്ങളടക്കം തെളിയിക്കപ്പെടണമെങ്കിൽ ഈ ദൃശ്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മെമ്മറി കാർഡ് ഇല്ലാത്തതിനാൽ ഇതിൽ പ്രതിസന്ധി ഉണ്ടാകും. ഇതേപ്പറ്റി KSRTCയോട് പോലീസ് വിശദീകരണം തേടും. മരത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. മൃതദേഹവുമായി പോയ ആംബുലൻസ് മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. പാലക്കാട് തേനെടുക്കുന്നതിനിടെ യുവാവ് മരത്തിൽ നിന്ന് വീണ് മരിച്ചു. നെല്ലിയാമ്പതി പുല്ലുകാട് ആദിവാസി കോളനിയിലെ സുരേഷാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. യുവാവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി മരത്തിൽ നിന്ന് തേനെടുക്കുന്നതിനിടെ സുരേഷ് താഴേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആംബുലൻസ് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. കൊടുവായൂരിന് സമീപത്താണ് അപകടമുണ്ടായത്. ആംബുലൻസിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. തുടർന്ന് കുഴൽമന്ദത്തു നിന്ന് ആംബുലൻസ് എത്തിയാണ് പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കല്യാണ വീട്ടിൽ നിന്ന് ഡ്രൈ ഐസ് കഴിച്ചു. 3 വയസ്സുകാരന് ദാരുണാന്ത്യം. അമ്മയോടൊപ്പം വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടി ഡ്രൈ ഐസ് സാധാരണ ഐസാണെന്ന് കരുതി കഴിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെയായിരുന്നു മരണം. ഛത്തീസ്ഗഡിലെ രാജ്ഗന്ദ്ഗാവിലാണ് സംഭവം. വിവാഹ ചടങ്ങിൽ അലങ്കാര നിർമ്മിതികൾക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഡ്രൈ ഐസ്. വേദിയിൽ മഞ്ഞുപോലുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിനിടെയാണ് അമ്മയോടൊപ്പം ചടങ്ങിനെത്തിയ ഖുശാന്ത് സാഹു എന്ന കുട്ടി ഇത് കഴിച്ചത്. വീട്ടിൽ തിരികെ എത്തിയ ശേഷം കുട്ടിക്ക് ശാരീരിക അവശതകളുണ്ടായി. ഇതോടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം. ഡ്രൈവിംഗ് സ്കൂളുകൾ നാളെ മുതൽ പണിമുടക്കും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം വ്യാഴാഴ്ച മുതൽ നടപ്പാക്കാനിരിക്കെ സമരം പ്രഖ്യാപിച്ച ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടിയാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നാളെ മുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമാക്കും. RT ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ല. നാളെ മുതൽ CITU, INTUC, BMS സംഘടനകളുടെ സംയുക്ത സമരമാവും ആരംഭിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചും ടെസ്റ്റ് ഗ്രൗണ്ട് നിശ്ചലമാക്കിയായിരിക്കും സമരം. ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കും വരെ സമരം നടത്തുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത കേസ്. പ്രതികളിൽ ഒരാൾ കസ്റ്റഡിയിലിരിക്കെ ആത്മഹത്യ ചെയ്തു. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത കേസിലെ പ്രതികളിൽ ഒരാൾ മരിച്ചു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ബുധനാഴ്ച അനുജ് തപൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ച ഇയാൾ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേസിൽ മുഖ്യപ്രതികൾക്ക് തോക്കുകൾ കൈമാറിയത് 32-കാരനായ തപനും മറ്റൊരു കൂട്ടാളിയും ചേർന്നാണ്. കസ്റ്റഡിയിലിരിക്കെ ആത്മഹത്യക്ക് ശ്രമിച്ച അനുജ് തപനെ മുംബൈയിലെ GT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായി തുടരുകയായിരുന്നു. പിന്നാലെ മരിച്ചെന്നും പോലീസ് അറിയിച്ചു. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കിണറ്റിൽ വീണ പന്തെടുക്കുന്നതിനിടെ കാൽ വഴുതി വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കിണറ്റിലേക്ക് വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീണ വിദ്യാർത്ഥി ചെളിയിൽ പുതഞ്ഞ് മരിച്ചു. കരൂർ പഞ്ചായത്ത് കുടുക്കച്ചിറ സെന്റ് തോമസ് മൗണ്ടിന് സമീപം വല്ലയിൽ ഓന്തനാൽ ബിജു പോളിന്റെ മകൻ ലിജു ബിജുവാണ് മരിച്ചത്. 10 വയസ്സായിരുന്നു. കിണറ്റിലെ ചെളിക്കുള്ളിൽ പുതഞ്ഞ ലിജുവിനെ നാട്ടുകാർ ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. കുടുക്കച്ചിറ സെന്റ് ജോസഫ് LP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് രാവിലെ 10:40ഓടെയാണ് ദാരുണ സംഭവം. അടുത്ത ദിവസം ആദ്യ കുർബാന സ്വീകരണത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു ലിജു. സഹോദരിക്കും ബന്ധുക്കളായ മറ്റു കുട്ടികൾക്കുമൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. കിണറ്റിൽ വീണ പന്ത് കുട്ട ഉപയോഗിച്ച് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. സംഭവ സമയം മാതാപിതാക്കൾ പുരയിടത്തിൽ മറ്റു ജോലിയിലായിരുന്നു. സമരം ചെയ്യുന്നതിനിടെ ICU പീഡന കേസ് അതിജീവത കുഴഞ്ഞു വീണു. തനിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നതിനിടെ മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവത കുഴഞ്ഞു വീണു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. സമരത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇവരെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തു. പീഡനക്കേസിൽ ഡോക്ടർ KB പ്രീതി തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്ന് അതിജീവത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ കേസിലെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് 10 ദിവസമായി കടുത്ത ചൂടിലും അതിജീവത സമരം ചെയ്യുന്നത്.
ആലപ്പുഴയിൽ വിവാഹത്തിന് ശേഷം കൂട്ടത്തല്ല്, 4 പേർക്ക് പരിക്ക്. ആലപ്പുഴ ചാരുമൂട്ടിൽ വിവാഹ സംഘത്തിന്റെ കൂട്ടത്തല്ല്. വിവാഹം കഴിഞ്ഞ് ആഘോഷമായി നാട്ടിലേക്ക് വന്ന സംഘവും പിന്നാലെ വന്ന കാറുകാരും തമ്മിലായിരുന്നു അടിപിടി. കൂട്ടത്തല്ലിൽ 4 പേർക്ക് പരിക്കുണ്ട്. അടിമൂത്തതോടെ മെയിൻ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. സിനിമകളെ വെല്ലുന്ന ചേസിംഗ് ദൃശ്യങ്ങൾക്കാണ് ചാരുമൂട്ടിലെ നാട്ടുകാർ ഞായറാഴ്ച സാക്ഷ്യം വഹിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ചാരുമൂട്ടിൽ നടന്ന വിവാഹത്തിന് ശേഷം വിവാഹ സംഘം വീട്ടിലേക്ക് തിരിച്ചത്. വിവാഹം കഴിഞ്ഞുള്ള വരവല്ലേ, ഇപ്പോഴത്തെ ന്യൂജൻ നാട്ടുനടപ്പനുസരിച്ച് ഹോണടിയും ലൈറ്റും മിന്നിക്കലും ഒക്കെ വേണമല്ലോ. പക്ഷേ പിന്നാലെ വരുന്ന വാഹനങ്ങളുടെ വഴിമുടക്കിയുള്ള ആഘോഷം മറ്റൊരു കാറിലെ യാത്രക്കാർ ചോദ്യം ചെയ്തു. ചോദ്യത്തിന്റെ ടോൺ മാറി വാക്കുതർക്കമായി, പിന്നെ വഴക്കായി, ഒടുവിൽ തല്ലുമായി. തമാശപ്പടങ്ങളിലെ ക്ലീശെ കൂട്ടത്തല്ല് സീനാണ് പിന്നെ നടു റോഡിൽ അരങ്ങേറിയത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല. ഉത്തർപ്രദേശിലെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നോ റായ്ബറേലിയിൽ നിന്നോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറല്ലെന്നും കുടുംബാംഗങ്ങളെ ആരെയും ഈ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ രാഹുൽ മത്സരിക്കാൻ തയ്യാറല്ലെന്നും പാർട്ടി പ്രവർത്തകർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രി റായ്ബറേലിയിൽ നിൽക്കാൻ രാഹുൽ ഗാന്ധി സമ്മതിച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നുവെന്നും പറയുന്നു. വയനാട്ടിൽ തുടരാനാണ് രാഹുൽ താൽപര്യപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഗൂഢാലോചന അന്വേഷിക്കണം, പോലീസിൽ പരാതി നൽകി EP ജയരാജൻ. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്നുണ്ടായ വിവാദത്തിൽ DGPക്ക് പരാതി നൽകി EP ജയരാജൻ. വിഷയത്തിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് EP ജയരാജൻ പരാതി നൽകിയത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും TG നന്ദകുമാറിനുമെതിരെയാണ് പരാതി നൽകിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ, K സുധാകരൻ എന്നിവർക്കെതിരെ നേരത്തെ LDF കൺവീനർ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയത്.